ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ജനറൽ റീഡിങ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ജനറൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണം. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ നിങ്ങൾ കാണുന്നോ അപ്പം മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയം മുതൽ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. ഇന്നത്തെ ദിവസം എന്നാണോ കാണുന്നത് അന്നേ ദിവസം നിങ്ങൾക്ക് ഇത് വാലിഡ് ആയിരിക്കും. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് തന്നെ നോക്കാം. ഇന്നത്തെ ദിവസത്തിന് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണ്? നോ നോ എന്താണ് നോ എന്ന് നോക്കാം. എന്താണ് നോ? ഹെൽപ്ഫുൾ പീപ്പിൾ. അപ്പോൾ നിങ്ങൾക്കൊരു നോ കിട്ടിയിട്ടുണ്ട് ആദ്യമേ. ആ നോ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ മറ്റാളുകളുടെ സഹായം തേടണം എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹെസിറ്റേഷൻ വേണ്ട, നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടിക്കോളൂ. നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും പേടിക്കണ്ട, നിങ്ങളെ സഹായിക്കാൻ ഇന്നേ ദിവസം ആളുകളുണ്ട്. നിങ്ങൾ ആരോട് സഹായം ചോദിച്ചാലും ഇന്നേ ദിവസം ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏഞ്ചൽസ് ഗൈഡൻസിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യം ഇല്ല. എന്ത് കാര്യമാണെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ടാരോയിൽ നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്ന ഹയറോഫൻറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ഒരു മെൻറ്റർ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മെൻറ്ററിനെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിന്ന് വളരെ ട്രഡീഷണലായ രീതിയിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു കല്യാണം കൂടുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കാം, പാല് കാച്ചിൽ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുന്നത്, കുടുംബക്ഷേത്രമൊക്കെ ഇല്ലേ, കുടുംബക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് പോകുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു മെൻറ്ററിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന ഒരാളെ, നിങ്ങളുടെ ലൈഫിലേക്ക് മുതൽക്കൂട്ടാവുന്ന ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാനും സന്തോഷം പറയാനും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളായിട്ട് നിങ്ങളെ നയിക്കാനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൈ കോർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതുമായ ഒരാൾ, നിങ്ങളെ ചതിക്കാത്ത ഒരാൾ. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, നിങ്ങൾക്ക് എന്തും സംസാരിച്ച് വേദനകൾ അകറ്റാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടുമുട്ടാൻ സാധിക്കും, മെൻറ്ററിനെ കാണാൻ സാധിക്കും. ഓക്കെ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് മിക്കവാറും നിങ്ങളുടെ കുടുംബക്ഷേത്രമാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഈ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിലേ, നിങ്ങൾ ഇപ്പോൾ അലോപ്പതി ചികിത്സയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ചികിത്സാവിധി തേടാനൊക്കെ സാധ്യതയുണ്ട്, നാച്ചുറോപ്പതി പോലുള്ളത്. മൂൺ കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തോട് ഭയമുണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ഉള്ള ആളുകളോ, അല്ലെങ്കിൽ ഈ വീട്ടുകാരോ നാട്ടുകാരോ സമ്മതിക്കാത്ത രീതിയിലുള്ള വൈവാഹികേതര ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നേ ദിവസം, അതായത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇന്നേ ദിവസം വല്ലാത്ത ഭയം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കള്ളത്തരം മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു ഭയം കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ ഷാഡോ സെൽഫ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടോ എന്ന ആളുകൾ തിരിച്ചറിയുമോ എന്നൊരു ഭയം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കെതിരെ ആളുകൾ സംസാരിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്.
സിക്സ് ഓഫ് വോൺസിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവൃത്തിയിൽ ഒരു ലക്ഷ്യത്തിലെത്താനായിട്ട് എന്നുവെച്ചാൽ അതിൻ്റെ പരിപൂർണമായ അവസ്ഥ പരിപൂർണമായ യാത്ര കഴിഞ്ഞിട്ടുള്ളൊരു സക്സസ് അല്ല കാണേണ്ടത്. അതിന് മുമ്പായിട്ട് ഒരു ഇടക്കാല ആശ്വാസം എന്ന് പറയുന്ന പോലെ ഒരു സക്സസ് നിങ്ങൾക്ക് ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ റീയൂണിയൻ പൂർണ്ണമായുള്ള റീയൂണിയൻ അല്ല എങ്കിലും അയാൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല, അയാൾ നിങ്ങളിൽ തന്നെ സെൻറ്റേർഡ് അറൗണ്ട് ആണ്, അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം. അതുപോലെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് ഇന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ അനുമോദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മൂല്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാനും നിങ്ങളുടെ മൂല്യം മറ്റുള്ളവർക്ക് മനസ്സിലാവാനുള്ള ഒരു സാഹചര്യം ഇന്നേ ദിവസം കാണുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ എന്താ പറയുന്നത് ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും ഇന്നേ ദിവസം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഇന്നൊരു വളരെ സക്സസ്ഫുൾ ആയ ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഒരു ഗ്യാതറിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരിക്കും, ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനകത്ത് നിങ്ങൾ ഇന്നേ ദിവസം പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നൊരു വിജയത്തിൻ്റെ ദിവസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു വിജയത്തിൻ്റെ ദിവസമാണ്, ഒരു സെലിബ്രേഷൻ്റെ ദിവസമാണ്. ഒത്തുചേരലുകളിൽ നിങ്ങൾ ഇന്നേ ദിവസം പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ടെണ്ണം കാണിക്കുന്നതേ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ചടങ്ങുകളിൽ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ വയറ് കാണൽ ചടങ്ങെന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള ചടങ്ങുകളോ, അങ്ങനെ പ്രസവത്തിന് പെൺകുട്ടികളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചടങ്ങ് അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വീണ്ടും വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും വീഡിയോ കാണുന്ന ചില ആളുകളുടെ എനർജിയിൽ നിങ്ങളുടെ കർമ്മ റിലീസായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കണ്ടോ, ഇത് നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു റീയൂണിയൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കർമ്മ അവസാനിച്ച് നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിൾ ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലക്കായിരിക്കും വരുന്നതെന്നാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാണിച്ചു തരുന്നത്. കാരണം അതിന് തൊട്ട് മുമ്പ് വന്നേക്കുന്നത് സിക്സ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഒരു റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഇമോഷണലി ബ്രോക്കൺ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിനെ ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭയങ്കരമായി ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ മൈൻഡ് വോയിസിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇന്നേ ദിവസം ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാൻ വയ്യാത്ത കുറേ രഹസ്യങ്ങൾ നിങ്ങളുടെ ചുരുളഴിയാനായിട്ട്, നിങ്ങൾക്കറിയാത്ത ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. മേജർ അർക്കാന കാർഡുകളുടെ എണ്ണം വളരെ കൂടുതലാണല്ലോ. ഇന്നലെ റീഡിങ് എടുത്തപ്പോൾ ഇത് തന്നെയായിരുന്നു. ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോഴും അത് തന്നെയായിരുന്നു. ഓക്കെ, നോക്കണം. കുറേ കാർഡുകളുണ്ട്, കുറേ കാർഡുകൾ താഴെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് നോക്കുന്നില്ല, കുറേ എണ്ണമുള്ളതുകൊണ്ട് ഒന്നറിയില്ലെങ്കിൽ എടുക്കായിരുന്നു. ഹെയറോഫിൻ്റെ മൂണും വീൽ ഓഫ് ഫോർച്യൂണും ഹൈ പ്രീസ്റ്റസും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു സ്പിരിച്വൽ ജേർണിയിലായിരിക്കും നിങ്ങളുള്ളത്. അടുത്തതും മേജർ അർക്കാനയാണ്. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ടെന്നാണ് കാണുന്നത്. പുതിയ തുടക്കമുണ്ട്, പക്ഷേ ആ തുടക്കം കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും, അഡ്വഞ്ചറസ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ജേർണി ആയിരിക്കും നിങ്ങൾക്കിനി പോകാനുള്ളത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് നിങ്ങൾ പോകേണ്ടതുണ്ട്. നിങ്ങൾ പോകുന്ന യാത്ര പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇന്നൊരു യാത്രയാണ് ആർക്കെങ്കിലും ഉള്ളതെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും, റിസ്കി ആയിരിക്കും അത്.
പണത്തിന് നിങ്ങൾ കുറച്ച് അത്യാവശ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത്രയും പണം നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ആ പണം എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ എങ്ങനെ പൈസ റെഡിയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിന്ന് പൈസ ചിലവാക്കാനായിട്ട് നിങ്ങൾക്ക് പൈസ ചിലവാക്കാൻ ഭയങ്കര മടിയായിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അസറ്റ്സ്, അതായത് പൂർവ്വസ്വത്ത് പോലുള്ള, അതായത് നിങ്ങളുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കാനായിട്ട് സാധ്യതയുണ്ട്. ഫിനാൻഷ്യലി നിങ്ങളിന്ന് ഭയങ്കര പിശുക്കനായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പണത്തിന് ഞെരുക്കമുള്ളതായിട്ടും പിശുക്ക് കാണിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പിടിച്ചു വെക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളിലേക്ക് കുറച്ചധികം പൈസ വരുന്നതായിട്ട് കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കും, തൊട്ട് മുമ്പല്ലേ നിങ്ങൾ പറഞ്ഞത് പൈസയ്ക്ക് ഭയങ്കര പിടുത്തമാണ്, പിശുക്കനാണെന്ന് പറഞ്ഞത്, പിന്നെന്താണ് പിന്നെ ഇഷ്ടംപോലെ പൈസ വരുന്നു എന്ന് പറഞ്ഞതെന്ന് ചോദിക്കരുത്. എല്ലാ കാർഡും എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവത്തില്ല. പിന്നെ ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും, നിങ്ങൾക്ക് അതൊന്നിനും തികയുന്നുണ്ടാവത്തില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പൈസ കൂടി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിട്ടിരുന്ന പൈസ ആയിരിക്കും. അങ്ങനെയുള്ള പൈസകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളോട് കടം പറഞ്ഞ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞായിരിക്കും. പോയത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. കടം പറഞ്ഞൊന്നും പ്രത്യേകിച്ചൊരു കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ആ കടം പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേ ആളുടെ മനസ്സിൽ എപ്പോൾ കിട്ടും എന്നൊരു ചിന്ത വരൂലേ. അത് നമ്മളാ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണോ കടം വാങ്ങിച്ചത് ആ പ്രവൃത്തിയിൽ അത്ര ഒരു ഫലം കിട്ടത്തില്ല. അടുത്തത് 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആരെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കാര്യം ജയിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൂടെയുള്ള ആളുകളെ അമിതമായി വിശ്വസിക്കേണ്ട, അവർ ചിലപ്പോൾ നിങ്ങളെ തേക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ വേദനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി പോവുക. അതുപോലെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് തിരിച്ച് ഇതേ സ്ഥാനത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം എന്തായാലും യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരും. അപ്പം അന്ന് നമ്മൾ ആലോചിക്കും, ഈ ആൾ ശരിയാണല്ലോ, പണ്ട് ഞാൻ അവനോട് അത് ചെയ്തതാണല്ലോ എന്ന് ഓർക്കും. നിങ്ങൾക്കിത് അനുഭവത്തിൽ വന്നിട്ടില്ലേ? പലപ്പോഴും നിങ്ങൾ ചില വേദനകൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ പണ്ട് ഇതേ വേദന നിങ്ങൾ കൊടുത്തിട്ടുള്ള ചില ആളുകളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വരാറില്ലേ? അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ അനുഭവിച്ച അതേ വേദനയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. കൃത്യം അയാളുടെ പേരും മുഖവും നമ്മുടെ മനസ്സിലേക്കും ആ സംഭവം നമ്മുടെ മനസ്സിലേക്ക് ആ നിമിഷം വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ആ വേദന, അവൻ അനുഭവിച്ച വേദന ഞാൻ അനുഭവിക്കുകയാണ്. അതിനാണ് നമ്മൾ കർമ്മ റിലീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ കർമ്മ നമ്മൾ തിരിച്ചനുഭവിക്കുന്നു. അപ്പോൾ നമ്മൾ അവരെ ഓർക്കുന്നു, അവരോട് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ഒരു ക്ഷമ പറയുന്നു. അതിനാണ് നമ്മൾ കർമ്മ റിലീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. മറ്റുള്ളവർക്ക് നമ്മളായിട്ടൊരു വേദന കൊടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യമാണ്, വിഷമമാണ്, പിണക്കമാണെങ്കിൽ മിണ്ടാതിരുന്നേക്കുക കേട്ടോ. അപ്പോൾ മിണ്ടുന്നില്ല എന്നുള്ളൊരു പരാതിയല്ലേ ഉള്ളൂ. മിണ്ടുമ്പോഴത്തേക്കും വെറുതെ അരിശം പിടിച്ചിട്ട് എന്തിനാണ് അവരുടെ സമാധാനവും പിന്നെ അവിടെ ഫുള്ള് നെഗറ്റീവ് എനർജി ആയിരിക്കും. നമ്മളൊരാളോട് അരിശം പിടിക്കുമ്പോൾ നമ്മൾ ഫുള്ള് നെഗറ്റീവ് ആകും. പിന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന അത്രയും നെഗറ്റീവ് എനർജി ആയിരിക്കും. അതിനാവശ്യമില്ല. നമ്മളെപ്പോഴും അവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ കണ്ണടയ്ക്കുക, നമ്മളവരോട് മിണ്ടാതിരിക്കുക. അപ്പോൾ നമ്മളൊരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ഓറയിലേക്ക് മറ്റുള്ളവർ കയറാനായിട്ട് സമ്മതിക്കണ്ട കേട്ടോ. ഒരു ലാസ്റ്റ് ഒരു കാർഡൂടെ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരേ സമയം നമ്മൾ അധികാരം കാണിക്കുകയും അതുപോലെ തന്നെ തല്ലുകയും തലോടുകയും ചെയ്യാന്ന് പറയത്തില്ലേ. നിങ്ങളുടെ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് ആളുകളെ ശാസിച്ചുകൊണ്ടായിരിക്കും. അത് ആളുകൾക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ, നിങ്ങൾ ആളുകളെ ശാസിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യരുതെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ സ്നേഹം നിറച്ചിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ കേൾക്കുന്നവർക്ക് അത് കുറ്റമായിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ അവർ അത് നിങ്ങൾക്ക് മേലെ ഒരു ശത്രുതയായിട്ട് കൊണ്ടുവയ്ക്കുകയും അത് അവരുടെ മനസ്സിൽ കടന്ന് ഇങ്ങനെ കൂടി നിങ്ങളോടൊരു ശത്രുത ഉണ്ടാവുകയും അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കിട്ട് പണി തരികയും ചെയ്യും. അതാണ് ഈ പറഞ്ഞ 5 ഓഫ് സോർഡിൻ്റെ എനർജി, സ്വാർത്ഥത എന്ന് പറയുന്നത്. അതായത് അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് വിനിയോഗിക്കുക, നമ്മുടെ സ്വാർത്ഥത നേടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി ഇന്നേ ദിവസം വരാനായിട്ട് സാധ്യതയുണ്ട്. ബോട്ടം ഓഫ് ദ വന്നിരിക്കുന്ന മജീഷ്യൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം. അതേപോലെ നിങ്ങൾ ഇന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ എല്ലാ റിസോഴ്സുകളും കയ്യിലുള്ള ഒരാളാണ്. ശൂന്യതയിൽ നിന്ന് എന്തും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ള ആളുകളാണ്.
ഒന്നാമൻ കണ്ടോ, ഒന്നാമത്തെ നമ്പറാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും പോസിബിലിറ്റികളും ഉണ്ട്. നന്നായി പ്രാർത്ഥിക്കുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, എന്താഗ്രഹമാണോ അതിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ പലരും വന്നിട്ട് പറയുന്നത് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന്. ജ്യോതിയും വരും തീയും വരും. എപ്പോഴാണെന്നറിയോ? ആ ജ്യോതിയും തീയും വരും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ജ്യോതിയും വരും തീയും വരും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കണ്ടില്ലെങ്കിൽ ആ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഒരു കുന്തവും വന്നില്ല എന്ന് പറയും. അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരാൾക്കും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. അത് വരുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അതിനെ അങ്ങ് വിട്ടുകളയുക. ഓക്കെ, നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് അതിനെ വിട്ടുകളയുക. അത് മാത്രമേ ഉള്ളൂ മാർഗം, വിട്ടുകളയുക. പിന്നെ അതിനെ ഓർത്തിരിക്കുകയും അതിന് വേണ്ടിയിട്ട് വീണ്ടും വരുവോ വരത്തില്ലേ, വരുമായിരിക്കുമല്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി വരാതിരുന്നാലോ, ഇനി വരുന്നുണ്ടോ, വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പം അങ്ങനെ ഇരുന്നാൽ നെഗറ്റീവായിട്ട് നിങ്ങൾ അതിനെ അഫേം ചെയ്താൽ ഒരിക്കലും നെഗറ്റീവ് മാനിഫെസ്റ്റേഷനേ നടക്കത്തുള്ളൂ. പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് നടക്കാൻ സാധ്യത കുറയും. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഒരു ദിവസം വന്നില്ല, 2 ദിവസം വന്നില്ല, 3 ദിവസം വന്നില്ല, നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് കാത്തിരിക്കുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഉറച്ച് വിശ്വസിക്കുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, വിട്ടേക്കുക. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തിരിച്ച് വന്നിരിക്കും. ഓക്കെ, അല്ലാതെ അതിൻ്റെ പിന്നാലെ നിങ്ങൾ ചേസ് ചെയ്ത് പോയാൽ അത് ഓടി ഒളിക്കത്തേ ഉള്ളൂ, അകന്നകന്ന് പോകത്തേ ഉള്ളൂ. നിങ്ങൾ എത്ര കൂടുതൽ പുറകെ ഓടുന്നോ അത്ര കൂടുതൽ അത് ദൂരേക്ക് ഓടി ഒളിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. ജ്യോതി വന്നില്ല തീ വന്നില്ല എന്നൊന്നും വന്ന് പറയണ്ട. ഓക്കെ, ജ്യോതിയും വരും തീയും വരും. അത്ര അധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. ഈ PSC ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് വന്ന് സ്കിപ്പ് ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരിക്കലും ജോലി കിട്ടാൻ പോകുന്നില്ല. അതേസമയം 1 പരീക്ഷ എഴുതി 2 പരീക്ഷ എഴുതി 10 പരീക്ഷ എഴുതിയിട്ടും കിട്ടിയില്ലെങ്കിൽ 11ാമത്തെ പരീക്ഷ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് എഴുതുന്ന ആളുകൾക്ക് കിട്ടിയിട്ടേ പോകത്തുള്ളൂ. 11ാമത്തെ പരീക്ഷ അവർ പിടിച്ചിട്ടേ പോകത്തുള്ളൂ. എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ബി പോസിറ്റീവ്. നിങ്ങളൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ബിലീവ് ഷുവർലി യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇഫ് യു സ്ട്രോങ്ലി ബിലീവ് സംതിങ്, ഇഫ് യു സറണ്ടർ സംതിങ് ടു ദി യൂണിവേഴ്സ് ഷുവർലി ഇറ്റ് വിൽ ബ്രിങ് ഇറ്റ് ബാക്ക് ടു യു. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് കൊണ്ടുതരും. നിങ്ങളത് സറണ്ടർ ചെയ്ത് അങ്ങ് വിട്ടേക്കുക. പിന്നെ അതിൻ്റെ പിന്നാലെ പോകണ്ട, സറണ്ടർ ചെയ്ത് അങ്ങ് വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ആണ്. ഞാൻ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീഡിയോ ആണ്. നിങ്ങൾക്കതിൽ തെറി വിളിക്കരുത്, വേറെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, കാർഡ് മാറ്റാനൊക്കെ പറയുന്നത് കേട്ട് കാർഡ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ രാശി കാർഡാണിത്, ഞാൻ പഠിച്ച കാർഡാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത്ര വലുതാണ്. വേറെ ഏത് കാർഡ് എടുത്താലും എനിക്ക് കിട്ടാത്ത അത്രയും ആത്മവിശ്വാസമാണ് എനിക്ക് ഈ കാർഡിനോടുള്ളത്. ഈ കാർഡ് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഞാൻ റാൻഡമായിട്ട് മാറ്റി യൂസ് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ കാർഡ് ഞാൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പറഞ്ഞ ആളാരായാലും ഈ കാർഡ് ഞാൻ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നെ ടാരോയിലോട്ട് കൊണ്ടുവന്ന കാർഡ് ഇതാണ്. ഞാൻ ടാരോ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വാങ്ങിച്ച കാർഡാണിത്. ഞാൻ സ്വന്തമായിട്ട് പഠിക്കുകയും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മെൻറ്ററിൻ്റെ അടുത്ത് പോയി പഠിക്കുമ്പോഴും ഞാൻ ഈ കാർഡ് തന്നെയാണ് യൂസ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് റീഡിങ് എടുത്തത് ഈ കാർഡാണ്, ഇപ്പോഴും റീഡിങ് എടുക്കുന്ന ഈ കാർഡാണ്. ഈ കാർഡ് കാണാവുന്നുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, എൻ്റെ കാർഡിലൊന്നും ഒരു കാര്യമില്ലല്ലോ, ഞാൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ വരുന്ന കാർഡും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അല്ലേ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സോറി, ഞാൻ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഒരു കർമ്മ ഞാൻ വലിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഐ എം റിയലി സോറി ഇഫ് somebody is hurt because of my words. So I'm really sorry for that. ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ sometimes I do feel to answer some questions. Otherwise you will think that I am a fool. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ഹേർട്ട് ചെയ്യും, എല്ലാവർക്കും ഹേർട്ടാവും. നമ്മൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഒരു പ്രയോജനമില്ലാതെയാണ് ടാരോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രയോജനമില്ലാതെയെന്ന് ഞാൻ തള്ളിപ്പറഞ്ഞല്ല. പേഴ്സണലി യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. അപ്പോൾ ഐ എം റിയലി സോറി. വീണ്ടും പറയുന്നു, ഞാനത് പറയുന്നതിന് വീണ്ടും ക്ഷമ ചോദിക്കുന്നു. എന്നെ വെറുതെ ഹേർട്ട് ചെയ്യരുത്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ സെൻസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമേ പറഞ്ഞല്ലോ, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.